എൻ്റെ പ്രിയ സുഹൃത്ത് ഗോപേഷ് പലപ്പോഴും മായൻകുട്ടിയെക്കുറിച്ച് പറയാറുണ്ട്. മായൻകുട്ടിയെ ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. ഗോഡ് ഫാദർ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്ന കഥാപാത്രം അത് അഞ്ഞൂറാനായിരിക്കും. പിന്നെ നമുക്ക് ഓർമ്മ വരിക, നിങ്ങൾ എവിടത്തെ അഞ്ഞൂറാനാണോ എന്ന് ചോദിക്കുന്ന ആനപ്പാറ അച്ചാമയ്ക്കായിരിക്കും. പിന്നെ രാമഭദ്രനും മാലുവും എല്ലാവരും കയറി വരും. സ്വാമിനാഥനെയും ബലരാമനെയും പ്രേമനാഥനെയും ഒന്നും നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഇവിടെയാണ് മായൻകുട്ടി ചിലപ്പോൾ ഒരു സൈഡിലേക്ക് മാറിപ്പോകുന്നത്. മായൻകുട്ടി തൻ്റെ പ്രിയ സുഹൃത്ത് രാമഭദ്രന്റെ നിഴലായി എന്നും കൂടെ ഉണ്ടായിരുന്നു. രാമഭദ്രനെ പോലെ ഒരു സുഹൃത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കോളേജിലേക്ക് കയറി വരുന്ന മാലുവിന് ഒരു സ്വീകരണം ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് പാട്ട കൊട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും പണം പിരിക്കാൻ വേണ്ടി പോകുന്ന മായൻകുട്ടിയെ നിങ്ങൾ മറന്നിട്ടുണ്ടോ? അതുപോലെ മാലു മെൻസ് ഹോസ്റ്റലിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു പുതപ്പ് മാത്രം ഉടുത്തു നിൽക്കുന്ന രാമഭദ്രനെ ആക്കി ചിരിക്കുന്നതും രാമഭദ്രൻ നോക്കുമ്പോൾ സീരിയസ് ആവുന്നതും കണ്ട് ആ ഒരു സീൻ അതും നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ? പിന്നെ അവൾ പറയുന്നുണ്ട് രാമഭദ്രൻ ഒരാണാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ മായൻകുട്ടി പറഞ്ഞു, എടാ നിന്റെ വീട്ടിലെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ല, അതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കാത്തത് എന്നല്ലേ അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ സിനിമയുടെ കഥയെ തന്നെ മൊത്തം തിരിച്ചുവിടുന്ന മായൻകുട്ടി, ആ മായൻകുട്ടിയെ ഓർമ്മയില്ലേ? അതുപോലെ രാമഭദ്രനെ മാലുവിനോട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടിയിട്ട് പിടിച്ചുവിടുന്ന ഒരു മായൻകുട്ടിയുണ്ട്. അതുപോലെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യാൻ, മരിച്ചുപോയ അമ്മയെ തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി പറയുന്നതും ഇതേ നമ്പർ തന്നെ തിരിച്ച് മാലുവിനോടും പറയണം എന്ന് രാമഭദ്രനോട് പറയുന്ന മായൻകുട്ടിയും, അതുപോലെ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം, അല്ലാതെ പ്രവർത്തിച്ച് വാക്കിന്റെ വില നശിപ്പിക്കരുത് എന്ന് ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മായൻകുട്ടി രാമഭദ്രനെ കല്യാണം കഴിപ്പിക്കുക എന്നത് ഒരു വെല്ലുവിളിയായി തന്നെ മായൻകുട്ടി ഏറ്റെടുക്കുകയാണ്. സ്വാമിയേട്ടൻ ആസ്വാമിയേട്ടനാണെന്നും തിരുവല്ലക്കാരി ഒരു കൊച്ചമണി ടീച്ചർ 7 വർഷമായി ഭാര്യയായി ആണ് എന്നും കണ്ടുപിടിക്കുന്നത് സത്യത്തിൽ നമ്മുടെ മായൻകുട്ടിയാണ്. അതുപോലെ വക്കീലായ ശങ്കരാടിയെ കൊണ്ട് ഗുണ്ടകളെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു വരുത്തി അടിച്ച് ബോധം കെടുത്തുന്നതും മായൻകുട്ടിയുടെ ബുദ്ധി തന്നെയാണ്. ഇങ്ങനെ മായൻകുട്ടിയെ പോലെ ഒരു നല്ല സുഹൃത്തിനെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. കാരണം മായൻകുട്ടി അതിനിടയിൽ രാമഭദ്രനോട് പറയുന്ന ഒരു സംഭവമുണ്ട്, ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിന്റെ ചേട്ടന്മാര് എന്നെ പോലും കല്യാണം കഴിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു പിണക്കം നടിക്കുന്ന ഒരു സീനുണ്ട്. പക്ഷെ എന്നിട്ടും മായൻകുട്ടിക്ക് രാമഭദ്രനെ വിട്ടു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു കോമാളിയായോ ഒരു ബഫൂണായോ ഒക്കെ എപ്പോഴും മായൻകുട്ടി രാമഭദ്രന്റെ ഒരു നിഴലായി നല്ല സുഹൃത്തായി കൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഈ മായൻകുട്ടിയെ പോലെയുള്ള ഒരു നല്ല സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിലെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ? കാരണം അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും ഈ മായൻകുട്ടി ഈ താലിയും എടുത്തിട്ട് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഗുണ്ടകളുടെ തല്ലു വാങ്ങിക്കുന്നതും പിന്നീട് ആ താലിയുമായിട്ട് രാമഭദ്രൻ പോയി മാലുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുന്നത് മായൻകുട്ടിയായിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ എല്ലാ വിജയങ്ങളിലും സന്തോഷം മാത്രം പ്രകടിപ്പിക്കുന്ന, അവൻ്റെ ദുഃഖങ്ങളിൽ അവനോട് ചേർന്ന് നിന്ന് ദുഃഖിക്കുന്ന ഇങ്ങനൊരു സുഹൃത്തിനെ സത്യത്തിൽ അത് നമുക്ക് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ ഈ മായൻകുട്ടിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.